ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലേക്ക് സ്വാഗതം. അപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതെന്ത് ഉരുളിക്കകത്തൊക്കെയെന്ന്. ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ ചിക്കൻ വേവിച്ച ഉരുളിയാണിത് കേട്ടോ. ഞാൻ ആർക്കും കൊടുത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയൊക്കെ ഉണ്ടായെങ്കിലും ഇത് ഞാൻ സ്വന്തമാക്കി എടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഇങ്ങനെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ നിങ്ങളെ കാണിക്കുന്നതിന് എന്താണ്, ഞാൻ എന്താണെന്നല്ലേ എൻ്റെ എല്ലാ വീഡിയോയ്ക്കകത്തും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ യഥാർത്ഥ മുഖങ്ങൾ മാത്രം നിങ്ങൾ കാണട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഴങ്കഞ്ഞിയാണ് ഇന്ന് കുടിക്കുന്നത് കേട്ടോ. നമ്മൾ ചോറും നമ്മുടെ ചിക്കൻ കറി വെച്ച ചട്ടിക്കകത്ത് ചോറും പിന്നെ സലാഡും അച്ചാറും ഉണ്ട്, മാങ്ങ അച്ചാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയാണ് ഞാൻ ഇന്നത്തെ രാവിലത്തെ ഫുഡ് അടിക്കുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? തലേന്നത്തെ മീൻ ചട്ടി ചിക്കൻ ചട്ടി ഒക്കെ ആർക്കും കൊടുക്കാതെ കഴിക്കുന്നത്? അങ്ങനെ പിന്നെ ചിക്കൻ കറി വെച്ച ഉരുളിയും ഞാനും തമ്മിലുള്ള മൽപ്പിടുത്തത്തിന് ശേഷം അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പാത്രം കഴുകാനായിട്ട് കയറിയതാണ്. ഇന്ന് പിന്നെ അണ്ണന് പോവണ്ടായിരുന്നു. അണ്ണൻ പോയില്ല. കാരണം അമ്മയ്ക്ക് വയ്യാതൊക്കെ ഇരിക്കുമല്ലേ. അപ്പോൾ അമ്മയ്ക്ക് ഈ മാസം തോറും മരുന്നെടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഇന്ന് അണ്ണൻ വണ്ടാനത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് അണ്ണൻ ഇന്ന് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. അതുകൊണ്ട് താമസിച്ചാണ് ഞാൻ എണ്ണീറ്റത്. മോന് അപ്പവും മുട്ടക്കറിയും കൊടുത്തു വിട്ടു സ്കൂളിൽ കേട്ടോ. അങ്ങനെ അതൊക്കെ ആയിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നു. അവന് ചോറ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. അവന് ഇതേപോണക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളുണ്ടാക്കി കൊടുത്താലും മതി. ചോറിന് അങ്ങനെ ചോറ് വേണം ഇന്നത് വേണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി തരണമെന്നും നിർബന്ധം പിടിക്കത്തതേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എനിക്ക് സ്കൂളിൽ ഞാൻ ചോറേ കൊണ്ടുപോകത്തുള്ളതൊന്നുമില്ല. പിന്നെ ഒരു മുട്ട പൊരിച്ചതോ ഒരു മുട്ട പുഴുങ്ങിയതോ ഉണ്ടെങ്കിൽ അത് തന്നെ അവന് ധാരാളം. ഞാൻ പിന്നെ അങ്ങ് വേറെ കറികളൊക്കെ വെക്കുന്നതാണ്. അങ്ങനെ പിന്നെ എന്തായാലും നമുക്ക് ഇന്നത്തെ കുറച്ച് പരിപാടിയിലേക്ക് കടക്കാമെന്ന് കരുതി ഇരുന്നപ്പോഴാണ് ഇന്ന് നല്ല വെയിൽ. അണ്ണൻ അപ്പോഴത്തേക്കിനും വന്നായിരുന്നു കേട്ടോ. അണ്ണൻ ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും വന്നു. വെളുപ്പിനെ 4 മണിക്ക് പോകുന്നതാണ്. 11 മണി ആയപ്പോഴത്തേനും വന്ന ആൾ രാവിലത്തെ ഭക്ഷണം കഴിപ്പാണ് അപ്പവും മുട്ടക്കറിയും കഴിക്കുക. അപ്പം നല്ല വെയിലുണ്ട്. ഈ വെയിൽ കണ്ടാൽ തോന്നും ഈ ഒരാണ്ടിലേയും മഴ പെയ്തിട്ടില്ലെന്ന്. പറ്റിക്കാനാണെങ്കിലും ഇന്നൊരു വെയിൽ തന്നല്ലോ, അതൊരു വലിയ സന്തോഷം. പിന്നെ നമുക്ക് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം. അങ്ങനെ വലിയതായിട്ട് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. മീനിരിപ്പുണ്ട്, പിന്നെ തേങ്ങ തിരുമ്മിയതൊക്കെ ഇരിപ്പുണ്ട്. അപ്പം എന്തെങ്കിലും ചെറുതായിട്ടെങ്ങാനും മതിയെന്ന് അണ്ണനും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ചൂട എടുത്ത് നമുക്ക് വറക്കാം. കുറച്ച് ചൂട എടുത്തിട്ടുള്ളൂ, ബാക്കി കുറച്ച് ഞാനങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ എടുത്ത് വെക്കാൻ നേരത്താണ് ഓർത്തത് നമ്മൾ ഈ പാട്ടയ്ക്കകത്ത് വെച്ചേക്കുന്ന വെള്ളം ഒന്ന് മാറിയിട്ട് വേറെ വെള്ളം വെച്ച് അങ്ങനെ വെക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചേക്കാന്നുണ്ടെങ്കിൽ മീൻ നല്ല എപ്പോൾ എടുത്താലും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ആ പഴയ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് പുതിയ വെള്ളമൊക്കെ വെച്ചിട്ട് കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെക്കാമെന്ന് കരുതി. പിന്നെ നമുക്ക് നമ്മുടെ മീൻ വറപ്പിലേക്ക് വരാമല്ലോ. അപ്പോൾ ചൂട നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാം. അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ തമ്മിൽ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എണ്ണയ്ക്കകത്ത് പറക്കി അങ്ങോട്ട് നിരത്തുക. അത്രേ ഉള്ളൂ. തിരിച്ച് മറിച്ചിട്ട് കോരിയെടുക്കുക. പിന്നെ നമുക്ക് ഉച്ചക്കത്തേക്ക് ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. അതിന് കുറച്ച് മുളക് പൊടി മാത്രം വെച്ചിട്ട് നല്ല മണമുള്ള നല്ല ഉണ്ടമുളക് ഉണ്ടല്ലോ, അത് ഞാൻ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒരെണ്ണം ഇട്ടാൽ മതി. നമ്മൾ അണ്ടകടാഹം വരെ എരിയുന്ന എരിവാണ് അതിന്. അങ്ങനെ പിന്നെ ചമ്മന്തി അരച്ച് വെച്ചു. ഇത് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സലാഡ് ഉണ്ടാക്കാനും വേണ്ടിയാണ് കേട്ടോ. തൈര് ഇരിപ്പുണ്ട് ഇവിടെ. ഫ്രിഡ്ജിനകത്ത് എപ്പോഴും തൈര് സ്റ്റോക്കാണ്. കാരണം പാർത്തന് ഈ ചോറിനകത്ത് തൈര് ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തൈര് സ്റ്റോക്കാണ്. അങ്ങനെ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞു. അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ നമ്മുടെ തൈരും ഒക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സലാഡും റെഡിയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ ലഘുവായിട്ടുള്ള ഉച്ചഭക്ഷണം. അപ്പോൾ നമുക്ക് അണ്ണന് കൊണ്ടു കൊടുക്കാനായിട്ട് വിളമ്പാൻ കേട്ടോ. അങ്ങനെ ചമ്മന്തിയൊക്കെ വെച്ചു. പിന്നെ നമ്മുടെ ചൂട ഫ്രൈയും പിന്നെ നമ്മുടെ സലാഡും കൂടി വെച്ചിട്ട് കൊണ്ടു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താണ് ദാരിദ്ര്യം കാണിക്കാനാണോ വീഡിയോ? അങ്ങനെയല്ല. എൻ്റെ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതാണ് എൻ്റെ വീഡിയോയ്ക്കകത്തുള്ളത് കേട്ടോ. അങ്ങനെ പിന്നെ വെയിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ മറ്റേ പുളി ഉണ്ടല്ലോ, കുടംപുളി, അതെടുത്ത് ആ അരിപ്പപ്പാത്രത്തോടെ എടുത്ത് വെളിയിൽ കൊണ്ടുവന്നത്. ഇത് മറ്റേ മണ്ണൊക്കെ ഇടയുന്ന അരിപ്പയുണ്ടല്ലോ, നമ്മൾ ഈ വീട് പണിക്കൊക്കെ ആയിട്ട് മണലും ഒക്കെ ഇടയത്തില്ലേ, ആ അരിപ്പയാണിത് കേട്ടോ. അപ്പം അത് നമ്മുടെ ഇവിടെ വീട് പണിക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. അതിപ്പോൾ ഇങ്ങനൊരു ഉപകാരപ്പെട്ടല്ലോ. അങ്ങനെ പിന്നെ വെയിലത്ത് എന്തായാലും കൊണ്ടുവച്ചു. നമ്മുടെ പുളി ഇവിടെ ഇരുന്ന് നന്നായിട്ട് ഉണങ്ങുന്നുണ്ട്. പിന്നെ ഇന്ന് നല്ല വെയിലുണ്ടായതുകൊണ്ട് സൂര്യഭഗവാൻ കടാക്ഷിച്ചത് കൊണ്ട് തന്നെ ഞാൻ കഴുകിയിട്ട കുറച്ച് തുണികളൊക്കെ ഉണങ്ങിയതൊക്കെ ഞാൻ പറക്കാമെന്ന് കരുതി. കാരണം എപ്പോഴാണ് നമ്മുടെ അന്തരീക്ഷത്തിന് മങ്ങൽ വരുന്നതെന്ന്, ഈ ചിരിച്ച് നിൽക്കുന്ന ചിരി എപ്പോഴാണ് മങ്ങുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇരുണ്ട് കൂടുന്ന മേഘാവൃതമായി ദേശിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കരുതി ഈ ഉണങ്ങിയതൊക്കെ ഇനി പറക്കാം. ഉണങ്ങാനുള്ളതൊക്കെ അവിടെ കിടക്കട്ടെ, ബാക്കി ഉണങ്ങാനുള്ളത് മഴ പെയ്താലും നമുക്ക് കൊട്ടിലിനകത്ത് കൊണ്ടുപോയി ഇടാമല്ലോ. അങ്ങനെ വിചാരിച്ച് അങ്ങനെ തുണിയൊക്കെ പറക്കുകയാണ്. പിന്നെ ഇന്നത്തെ എൻ്റെ
എൻ്റെ ഈ കൊച്ചു ഡയറിക്കകത്ത് അടക്കിയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് എൻ്റെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, കീപ് സ്മൈലിങ്.